വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി. അടുത്താള് പേര് പറയാം, സ്ഥലം പറയാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻസാർ എന്നാണ്. ഞാൻ ചൂരക്കോട് നിവാസിയാണ്. ഇവിടെ 3 കിലോമീറ്റർ. ഞാൻ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആളല്ല. എങ്കിലും സാദരീകമായി ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഈ പ്രസംഗം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആചാരങ്ങളോ അല്ലെങ്കിൽ ആചാരത്തിൽ ദിവസത്തെ പ്രത്യേകമായി അല്ലെങ്കിൽ മാസത്തെ പ്രത്യേകമായി ആഘോഷിക്കലോ ശരിയാണോ എന്നാണ് ഇവിടുത്തെ വിഷയം എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഞാൻ ഞാൻ കേട്ടത് സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ നബിയുടെ പിതാവിന്റെ ബന്ധു, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ എളാപ്പയാണ്, നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് ഒരു മൃഗത്തിനെ അറുക്കുകയും ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന്. ഈ സംഭവം അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതത്തിൽ പ്രത്യേക ദിനത്തിൽ ഗുണമുള്ളതാണ് എന്നും ഞാൻ സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ ദിനത്തെ കാത്തിരുന്ന മദീന നിവാസികൾ ദിവസങ്ങളോളം നബിക്ക് വേണ്ടി കാത്തിരിക്കുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അവർ പ്രത്യേക ദഫ്മുട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷം കൊണ്ട് വല്ലാതെ ആഹ്ലാദവാന്മാരായി പോവുകയും ചെയ്തു എന്ന്. ഈ സംഭവത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അദ്ദേഹത്തിന്റെ അനുചരന്മാരോ എതിർക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്തതായി അറിവില്ല. എനിക്കറിയില്ല, എന്റെ അറിവില്ലായ്മയാകാം. ഈ സംഭവങ്ങൾ തെറ്റാണോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷിച്ചതിന്റെ പേരിൽ നബിയുടെ പിതാവിന്റെ സഹോദരൻ അല്ലെങ്കിൽ പിതാവിന്റെ എളാപ്പ അങ്ങനെ ആരും ആവട്ടെ അവർക്ക് ഗുണം കിട്ടും എന്നുള്ള വാദം തെറ്റാണോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഈ ആഘോഷിച്ചത് തെറ്റാണോ? അല്ലെങ്കിൽ അത് ആ ദിവസം ആഘോഷിക്കാമെങ്കിൽ നമുക്ക് നബിയെ ലഭിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത് ഹദീസിലും ചരിത്രഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട സംഭവമാണ്. ഒന്നാമത്തേത് അങ്ങനെ പ്രാമാണികമായി സ്ഥിരപ്പെട്ട ഒരു സംഭവമല്ല. ഒന്നാമത്തേത് അബൂലഹബ് ആണ് പരാമർശിക്കപ്പെട്ട വ്യക്തി. ആ അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവമാണ് സാധാരണ അത്തരം ഉസ്താദുമാരുടെ പ്രഭാഷണത്തിൽ കേൾക്കാറുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ടെങ്കിൽ, ഇളവുണ്ട് എന്ന് നമ്മോട് പറയേണ്ടത് ഒന്ന് അള്ളാഹുവാണ്, രണ്ട് അള്ളാഹിന്റെ റസൂലാണ്. അള്ളാഹുവോ റസൂലോ ആണ് പറയേണ്ടത് അബൂലഹബിന് ഇന്ന കാരണത്താൽ നരകത്തിൽ ഇളവുണ്ട്. അത് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനി തിരിച്ചു പറയുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, താങ്കൾ ഒരു പണ്ഡിതനല്ലെങ്കിലും താങ്കൾക്ക് പോലും അറിയാവുന്ന സൂറത്താണല്ലോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന അധ്യായം. അതിൽ പഠിപ്പിച്ചെന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വത്തുക്കളോ അവന് ഉപകരിച്ചില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ കടന്ന് എരിയുക തന്നെ ചെയ്യും. ഇത് അവനെക്കുറിച്ച്, അബൂലഹബിനെ കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അബൂലഹബ് നരകത്തിലാണ് എന്നും അബൂലഹബിന് ഇരു കൈകളും നശിച്ചുവെന്നും അബൂലഹബിന്റെ സ്വത്തോ സമ്പാദ്യങ്ങളോ അവന് ഉപകരിച്ചില്ല എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഇനി അതിനപ്പുറം ഇതൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ഒരു സമ്പാദ്യം ഉപകരിച്ചുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞാൽ അംഗീകരിക്കാം, അതും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സ്വപ്ന കഥയുണ്ട്. അബൂലഹബിന്റെ വഫാത്തിനു ശേഷം അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു എന്നാണ്. റആഹു ബഅദു അഹ്ലിഹി, അബൂലഹബിന്റെ ഒരു കുടുംബക്കാരൻ അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വളരെ മോശമായ അവസ്ഥയിൽ. അപ്പൊ ചോദിച്ചു അബൂലഹബിനോട്, എന്താണ് നിന്റെ അവസ്ഥകൾ? അപ്പൊ അബൂലഹബ് പറഞ്ഞു, നിങ്ങളെ വിട്ട് പോന്നതിന് ശേഷം എനിക്ക് യാതൊരു ആശ്വാസവും ലഭിച്ചിട്ടില്ല, ഒരു ഖൈറും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇതിലൂടെ വെള്ളം നൽകപ്പെടുന്നു എന്നതല്ലാതെ ഞാൻ സുവൈബ എന്ന അടിമസ്ത്രീയെ മോചിപ്പിച്ചതിനാൽ. ഇത് ആര് പറഞ്ഞു? അബൂലഹബ് പറഞ്ഞു. ഏത് അബൂലഹബ്? സയസ്ലാനാണ് ലാഖലഹബ് എന്ന് പറഞ്ഞ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞ
ഒരു സമ്പാദ്യവും ഉപകരിക്കില്ല എന്ന് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ച അബൂലഹബ് സ്വപ്നത്തിന് വന്നിട്ട് ഒരാളോട് പറയാ എനിക്ക് അവിടെ ഇളവുണ്ട്. അതാണ് കഥ. അപ്പൊ അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നേരെ ജീവനോടെ വന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇസ്ലാമിൽ എന്തല്ല, അത് പ്രമാണമല്ല, അത് സ്വീകരിക്കാവതല്ല. എങ്കിൽ പിന്നെ അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിന് ഒരാൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു മാതൃകയല്ല, പ്രമാണമല്ല. മറ്റേത് അല്ലാഹു റസൂൽ മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. മദീനക്കാരുമായി അല്ലാഹു റസൂൽ ഹജ്ജിന്റെ സമയത്ത് ഒരു കരാറുണ്ടാക്കി. ഹജ്ജിന്റെ സമയത്ത് മദീനക്കാർ ഹജ്ജിനായി വന്നപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുകയും അവരുമായി ദീനീ കാര്യങ്ങൾ പറയുകയും അവരിൽ ഏതാനും ആളുകൾ ദീന് സ്വീകരിക്കുകയും നബിതങ്ങളും സ്വഹാബത്തും ഇവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവര് പറഞ്ഞു, റസൂലെ താങ്കൾ അങ്ങോട്ട് പോരൂ, ഞങ്ങൾ താങ്കളെ സ്വീകരിക്കാം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോരൂ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഈ നാട്ടിൽ കഴിയുന്നത്? അല്ലാഹു തആലയുടെ സമ്മതം കിട്ടാൻ വേണ്ടി അല്ലാഹു റസൂൽ കാത്തിരുന്നു. ആ സമ്മതം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പുറപ്പെട്ടു. മുഹറം മാസത്തിൽ ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുണ്ടായത്. അങ്ങനെ ഹിജ്റ ചെന്ന് മദീനയിലേക്ക് നബി തങ്ങൾ പുറപ്പെട്ടു. ആ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനക്കാർ എന്നും വന്ന് കാത്തു നിൽക്കും. അങ്ങനെ കുറെ സമയം കാത്തുനിന്ന് നബിതങ്ങൾ വരുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നെ തിരിച്ചു പോകും. അങ്ങനെ റസൂൽ വരുന്നത് അവർ കാണുകയാണ്. സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടുകയാണ്. അവർ റസൂലുള്ളാഹിയെ സ്വീകരിക്കുകയാണ്. അത് സ്ഥിരപ്പെട്ട സംഭവം തന്നെയാണ്. പിന്നെ അതിൽ പാടിയ പാട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. അവർ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് വന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചെല്ലണം, കാത്തുനിൽക്കണം. മാത്രവുമല്ല നമ്മൾ അതിർത്തിയിൽ ചെന്ന് കാത്തിക്കാൻ പറ്റുമെങ്കിൽ അവിടെ കാത്തിക്കണം. കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകണം. യാതൊരു തർക്കവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല, ആ നിലയ്ക്കുള്ള ഒരു സ്വീകരണമോ ആ നിലയ്ക്കുള്ള ഒരു സമീപനമോ തെറ്റാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് സഹോദരന്റെ ന്യായമായ സംശയം ഇത് അടിസ്ഥാനമാക്കി ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് നബിതങ്ങളെ തന്നെ കിട്ടിയ ആ ദിവസവും മാസവും ഒക്കെ വരുമ്പോൾ ആഘോഷിച്ചുകൂടാ എന്നാണ്. അത് എന്തുകൊണ്ടില്ല? ഈ സംഭവം അവിടെ സ്വീകരിക്കാമെന്ന സഹാബത്താണ്, സ്വീകരിക്കപ്പെട്ടതോ റസൂലും സഹാബത്തുമാണ്. അപ്പോൾ ഇതിലിടപെട്ട എല്ലാവരും സഹാബിമാരാണല്ലോ. സ്വീകരിച്ചതും സഹാബിമാർ, അങ്ങോട്ട് ചെന്നതും റസൂലും സഹാബത്തും. എന്നിട്ട് ഈ സംഭവം ഉണ്ടായിട്ട് അടുത്ത വർഷമായപ്പോൾ, അടുത്ത വർഷവുമുണ്ടല്ലോ റബീഉൽ അവ്വൽ മാസം, ഹിജ്റ കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലത്തിലേറെ ജീവിച്ചിട്ടുണ്ട്. ആ 10 കൊല്ലങ്ങളിൽ റബീഉൽ അവ്വൽ മാസങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 11ാമത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. എങ്കിൽ അടുത്ത വർഷം റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തില്ല, കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിലാണല്ലോ ഇവർ നമ്മെ സ്വീകരിച്ചത്, അതുകൊണ്ട് നമുക്കിതാ ഈ മാസം തിരിച്ചു വരുമ്പോൾ നമുക്കതേപോലെ ആചരിക്കാം, ആഘോഷിക്കാമെന്ന് പറഞ്ഞില്ല. 10 കൊല്ലം റസൂൽ ജീവിച്ചു. ആ 10 കൊല്ലത്തിലേക്ക് എവിടെയും നബി തങ്ങൾ ഇത് മാതൃകയാക്കി അങ്ങനെ രീതി പഠിപ്പിച്ചില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഏകദേശം 90 കൊല്ലത്തിലേറെ സഹാബിമാർ ജീവിച്ചു. അതും മദീനയിൽ 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ സൗജന്യ സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ റസൂൽ മദീനത്തേക്ക് വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 8, 9, 10 വയസ്സ് പ്രായമാണ്. നബി തങ്ങൾ വഫാത്താകുന്നത് വരെ 10 കൊല്ലം ആ റസൂലിന്റെ കൂടെ സൗജന്യ സേവനം ചെയ്ത ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഇനി റസൂലില്ലാത്ത മദീനയിൽ ജീവിക്കാനാവില്ല എന്ന് മനസ്സിലാക്കി വിഷമം സഹിക്കവയ്യാതെ, ദുഃഖം സഹിക്കവയ്യാതെ മദീന വിട്ട് പോയവരാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി പോലും നബിയുടെ കാലശേഷം 90 കൊല്ലത്തോളം ജീവിച്ചിട്ട് ഹിജ്റ 103-ലോ 105-ലോ ഒക്കെയാണ് അദ്ദേഹം വഫാത്താകുന്നത് എന്ന. അപ്പോൾ 90 കൊല്ലത്തോളം നബി തങ്ങളുടെ കാലശേഷം ആ സ്വഹാബി ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്വഹാബി പോലും ഈ സംഭവത്തിന് സാക്ഷിയായിട്ട് പോലും അദ്ദേഹം ഒരിക്കലും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഇങ്ങനെ ആചാരം ആചരിച്ചില്ല. ഇസ്ലാമിൽ ഒരു പുതിയ ആചാരം മറ്റേതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് വകുപ്പില്ല. ഇസ്ലാമിലുള്ള ആചാരമാണോ റസൂൽ പഠിപ്പിക്കണം. ഏതുപോലെ സഹോദരന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. 5 വക്ത് പള്ളിയിൽ പോയാൽ നമ്മളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്നു. ഉസ്താദിനോട് ചോദിക്കാൻ, എന്താ ഉസ്താദ് ജമാഅത്തായി നമസ്കരിക്കാൻ കാരണം? ഉസ്താദ് അതിന്റെ ഹദീസൊക്കെ പറഞ്ഞുതരും. 27 ഇരട്ടി പുണ്യമുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ പറഞ്ഞുതരും.
അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ സ്വഹീഹായ സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ടെങ്കിൽ എന്തേ ഉസ്താദെ നമുക്ക് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തും കൂടി നമുക്ക് ജമാഅത്തായി നിസ്കരിച്ചുകൂടാ? ഉസ്താദ് പറയും പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. റവാത്തിബ് സുന്നത്തുകൾ ഏതും അങ്ങനെ ജമാഅത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? റസൂൽ അങ്ങനെ പഠിപ്പിച്ചില്ല. അപ്പൊ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ ചെയ്യാവൂ. അതിലേക്ക് ബേസ് ചെയ്ത് പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റൂല. തിങ്കളാഴ്ച നോമ്പ് നമ്മൾ നോക്കുന്നു, എന്തുകൊണ്ട്? ഇത് ബേസ് ചെയ്തിട്ടല്ല, റസൂൽ പ്രത്യേകം പഠിപ്പിച്ചു തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ് എന്ന്. എന്നാൽ അത് ബേസ് ചെയ്തിട്ട് റബീഉൽ അവ്വൽ 12 നോമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ പറയാ നബി തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച, അന്ന് നോമ്പുണ്ടായല്ലോ, എങ്കിൽ നബി തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 ഞാൻ നോമ്പ് നോക്കിട്ടെ എന്നല്ലോ, പറ്റില്ല. അങ്ങനെ നോറ്റാലോ അത് ബിദ്അത്താണ് താനും. അപ്പൊ ഇസ്ലാമിലെ ഇബാദത്തുകൾ, ഇസ്ലാമിലെ ആചാരങ്ങൾ അത് ആയത്തുകളെയും ഹദീസുകളെയും അടിസ്ഥാനത്തിലാണ് നാം അത് സ്വീകരിക്കേണ്ടത്. നബിയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്താണ് അത് ജീവിതത്തിൽ പാലിച്ച് ആദ്യമായി നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടത്. അവരാരും ചെയ്യാത്ത ഒന്ന്, പിൽക്കാലത്ത് രാഷ്ട്രീയക്കാരനായ മുദഫർ എന്ന രാജാവുണ്ടാക്കിയ ഏർപ്പാട്, ആ ഏർപ്പാട് ഇസ്ലാമിൽ ഒരു ആചാരമായി, ഇസ്ലാമിൽ പുണ്യകർമ്മമായി നമുക്ക് അനുവദിക്കാൻ വകുപ്പില്ല എന്നതുകൊണ്ടാണ് ഇത് അനിസ്ലാമികമാണ് എന്ന് പറയുന്നത്. നേരത്തെ